ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. ഗ്ലോബൽ എൻക്യാപ്പ് കുറച്ച് മുമ്പേ 3 പുതിയ വാഹനങ്ങളുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ് പുറത്തുവിട്ടിരുന്നു. അതിലിപ്പോൾ 3 വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹ്യുണ്ടായി ക്രെറ്റ ആണ്, അടുത്ത ഹ്യുണ്ടായി i20 ആണ്, പിന്നീട് വരുന്ന ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ആണ്. ഇതിലിപ്പോൾ ആദ്യം തന്നെ ക്രെറ്റയുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇതിന് 3 സ്റ്റാർ ആണ് ടോട്ടൽ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടിട്ട് ഈ വാഹനത്തിൻ്റെ ബേസ് മോഡലായിട്ട് തന്നെയാണ് തോന്നുന്നത് ഒരു ടെസ്റ്റിന് എടുത്തിരിക്കുന്ന. ഒരുപക്ഷെ ക്രെറ്റയുടെ ഈ വേരിയൻ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ EX വേരിയൻ്റ് ആയിരിക്കാം. എന്തായാലും അതിന് മുകളിൽ ഇത് പോയിട്ടില്ല. അതുപോലെ തന്നെ ഇതിനിപ്പോൾ 8 പോയിൻറ്റ്സ് ആണ് ടോട്ടൽ കിട്ടിയിരിക്കുന്നത്. ഈ 8 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെൽട്ടോസിനേക്കാൾ കുറവാണ്. ഈ 8 പോയിൻറ്റ്സിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിപ്പോൾ 7.99 ആയിരുന്നു ഇതിൻ്റെ പോയിൻറ്റ്സ് എങ്കിൽ ഈ വാഹനത്തിൻ്റെ 2 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നേ. സെൽട്ടോസിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 8.03 ആയിരുന്നു. ക്രെറ്റയുടെ 8 പോയിൻറ്റ്സ് ആണ്. അതായത് സെൽട്ടോസിനേക്കാൾ ക്രെറ്റയ്ക്ക് 0.03 പോയിൻറ്റ്സ് കുറവാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ക്രെറ്റയ്ക്ക് അഥവാ ഒരു 0.01 പോയിൻറ്റ്സിൻ്റെ എങ്കിലും ഒരു ചെറിയ ഡൗൺ ഗ്രേഡ് കൂടി വന്നിരുന്നെങ്കിൽ ഈ വാഹനം വെറും 2 സ്റ്റാർ റേറ്റഡ് ആയി പോയനെ. അതെന്തായാലും വളരെ ഒരു മോശം കാര്യമാണെന്ന് പറയാം. കാരണം ഇതിൻ്റെ ടോപ്പ് മോഡലിന് നല്ലൊരു വില വരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ വാഹനത്തിന് ഇപ്പോൾ ഈ ഒരു ജസ്റ്റ് 3 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ ഗ്ലോബൽ എൻക്യാപ്പ് ആണ് ഇതിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും വേറെ മാൽ പ്രാക്ടീസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിപ്പോൾ ബേസ് മോഡലാണ്, അതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ആകെ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD, സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷൻസ് പോലുള്ള സംഭവങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. സെൽട്ടോസിൽ ആക്ച്വലി അടുത്ത ഒരു ബേസ് മോഡൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ എക്യൂപ്പ് ചെയ്തിരുന്നു. 4 എയർ ബാഗ്സ്, ABS വിത്ത് EBD, ESP, ട്രാക്ഷൻ കൺട്രോൾ, ബ്രേക്ക് അസിസ്റ്റ്, ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിരുന്നു. പക്ഷേ ക്രെറ്റയിൽ ഇപ്പോഴും ഹ്യുണ്ടായി അങ്ങനത്തെ ഒരു മെഷറൊന്നും എടുത്തിട്ടില്ല. ഇപ്പോഴും പഴയ സേഫ്റ്റി ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൻ്റെ ബേസ് മോഡലും വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇനി സെൽട്ടോസിൻ്റെ ബേസ് മോഡൽ ക്രാഷ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ 8.03 പോയിൻറ്റ്സ് എന്നുള്ളത് കുറച്ചുകൂടെ മുകളിലേക്ക് പോകേണ്ട ഒരു ചാൻസ് ഉണ്ട് എന്ന്. നിങ്ങളിനി ഇപ്പോഴത്തെ അവസ്ഥയിൽ ബേസ് മോഡൽ ക്രെറ്റ അല്ലെങ്കിൽ സെൽട്ടോസ് എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സെൽട്ടോസ് തന്നെ ആയിരിക്കാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ബേസ് മോഡലിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ബെറ്റർ ചോയ്സ് ആയിട്ട് വരുന്നത്. ക്രെറ്റ ഓക്കെയാണ്. ഈ 3 സ്റ്റാർസ് എന്ന് പറയുന്നത് അത്ര വളരെ മോശം സേഫ്റ്റി റേറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. ആവറേജ് സേഫ്റ്റി റേറ്റിംഗ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചെറിയൊരു വ്യത്യാസം വന്നിരുന്നെങ്കിൽ ഇത് 2 സ്റ്റാർ റേറ്റിംഗ് ആയി പോയേനെ എന്ന്. പിന്നെ ക്രെറ്റയുടെ ഉയർന്ന വേരിയന്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൽ 6 എയർ ബാഗ്സ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ വിത്ത് ട്രാക്ഷൻ മോഡ്സ് പോലുള്ള സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ ബേസ് മോഡലും അതുപോലെ ഇതിൻ്റെ ഒരു മിഡ് വേരിയൻസ് ഒക്കെ എടുക്കുന്നവർക്കാണ് ഈ സേഫ്റ്റിയുടെ ഒരു ചെറിയ പ്രശ്നം വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ 6 എയർ ബാഗ്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ അത്ര വീക്ക് അല്ല എന്നുണ്ടെങ്കിൽ മോശമില്ലാത്ത റേറ്റിംഗ് ഇതിന് കിട്ടിയേനെ. പക്ഷേ ഇവരിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ബേസ് മോഡൽ ആയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥ വന്നത്. പക്ഷേ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, സെൽട്ടോസിന് 3 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതുകൊണ്ട് നമ്മൾ ഈ ഒരു വാഹനത്തിനും ഏകദേശം ഈ റേഞ്ചിൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു സെൽട്ടോസ് സേഫ് അല്ല, പക്ഷേ ക്രെറ്റ സേഫ് ആണ്, ക്രെറ്റ വേറെന്തോ ഒരു സംഭവമാണെന്നൊക്കെ. പക്ഷേ അതൊന്നുമല്ല, രണ്ടും സെയിം പ്ലാറ്റ്ഫോം ആണ്. രണ്ടും സത്യം പറഞ്ഞാൽ സെയിം ആയിട്ട് തന്നെയായിരുന്നു എക്സ്പെക്ട് ചെയ്യേണ്ടിരുന്നത്. പിന്നെ ആൾക്കാർ വ്യത്യസ്തമായി എക്സ്പെക്ട് ചെയ്തു എന്ന് മാത്രം. ഇനി അടുത്തതായി രണ്ടാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന ഹ്യുണ്ടായുടെ തന്നെ i20 ആണ്. ഇതിന് 8.84 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനും 3 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ 8.84 പോയിന്റ്സ് എന്ന് പറയുന്നത് ക്രെറ്റയെക്കാളും സെൽട്ടോസിനേക്കാളും ഒക്കെ തന്നെ കൂടുതലാണ്. ഇതിപ്പോൾ i20യുടെ മാഗ്ന വേരിയൻ്റ് ആയിരിക്കാം ഒരുപക്ഷെ ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീൽ ക്യാപ്പ് ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. മാഗ്ന വേരിയൻറ്റിലും ആക്ച്വലി ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ABS വിത്ത് EBD പോലുള്ള സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സീറ്റ് ബെൽറ്റ് പ്രൊട്ടൻഷൻസ് അതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ അതല്ലാതെ നോക്കുകയാണെങ്കിൽ ക്രെറ്റയിലുള്ള ഒരു സെയിം സേഫ്റ്റി ഫീച്ചേഴ്സ് വെച്ചിട്ടൊക്കെ തന്നെയാണ് ഈ വാഹനത്തിനും 8.84 പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ക്രെറ്റയേക്കാൾ 0.84 പോയിന്റ്സ് കൂടുതലാണ്, സെൽട്ടോസിനേക്കാൾ 0.81 പോയിന്റ്സും കൂടുതലാണ്. അപ്പോൾ i20 ഇപ്പോൾ സെൽട്ടോസിനേക്കാൾ ക്രെറ്റയേക്കാൾ സേഫ് ആണെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് വേറൊരു സംഭവമായിട്ട് തന്നെ പറയാം. i20ക്ക് ക്രെറ്റയുടെ ടോപ്പ് മോഡലിനേക്കാൾ 6-7 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിൽ കുറവാണ് വരുന്നത്. പക്ഷേ എന്നിട്ടും i20 ഈ ഓൺ പേപ്പർ ഫിഗേഴ്സിൽ നോക്കുകയാണെങ്കിൽ ക്രെറ്റയേക്കാൾ കുറച്ചുകൂടി സേഫ് ആണ്. ചിലപ്പോൾ റിയൽ ലൈഫ് ആക്സിഡൻസിലേക്ക് വരുമ്പം ഒരു ട്രക്കിൻ്റെ അടിയിലേക്കൊക്കെയാണ് നിങ്ങൾ ആക്സിഡൻ്റ് ആയി ഇടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ i20യേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ക്രെറ്റ ആയിരിക്കും. കാരണം കുറച്ചും കൂടി ഉയർന്ന സ്റ്റാൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഹുഡ് ആയിരിക്കും ആദ്യം അവിടെ ഏരിയയിലേക്ക് ടച്ച് ചെയ്യുന്നത്. പക്ഷേ i20 കുറച്ചും കൂടി താഴത്താണ്, ലോവേഡാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകേണ്ട ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓൺ പേപ്പർ ഫിഗേഴ്സിൻ്റെ കാര്യത്തിൽ i20 ആണ് ക്രെറ്റയേക്കാൾ, സെൽട്ടോസിനേക്കാൾ, ഗ്രാൻഡ് ഐറ്റൻ നിയോസിനേക്കാൾ ഇതിനേക്കാളും ഒക്കെ തന്നെ മുൻപിൽ നിൽക്കുന്നത്. പക്ഷെ എന്തായാലും 3 സ്റ്റാർസ് ആണ് ഈ സെഗ്മെൻറ്റിൽ വരുന്നപ്പോൾ വേറെ ചില വാഹനങ്ങൾ. അതിപ്പോൾ എൽട്രോസ് ആയിക്കോട്ടെ, അതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജാസിനും 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഈ ജാസിന് 4 സ്റ്റാർ എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ഡിഫറൻസ് വന്നിരുന്നെങ്കിൽ ജാസിനും ആക്ച്വലി 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയേനെ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, 4 സ്റ്റാർ എന്ന് പറയുന്നത് അത്ര മോശമായിട്ടുള്ള റേറ്റിംഗ് ഒന്നും അല്ല. പിന്നെ ബലേനോ ഇതുവരെ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ പുതിയ ഫേസ്ലിഫ്റ്റ് ബലേനോ ഇറങ്ങിയതിൽ മാരുതി സുസുക്കിയും സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ഒരുപാട് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആയിട്ട് ഫീച്ചേഴ്സ് കൊടുത്തു, 6 എയർ ബാഗ്സ് കൊടുത്തു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ചെയ്തു. പക്ഷേ എന്തായാലും i20യിൽ ഇപ്പോഴും ഹ്യുണ്ടായി സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇതിൻ്റെ ടോപ്പ് മോഡലൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 എയർ ബാഗ്സ്, ESP പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം അഡീഷണൽ കിട്ടും എന്നതാണ്.
ഈ i20യുടെ സെയിം പ്ലാറ്റ്ഫോമിലാണ് ആക്ച്വലി ക്രെറ്റ, സെൽട്ടോസ് ഇതുപോലത്തെ എല്ലാ വാഹനങ്ങളും നിർമ്മിച്ചിരിക്കുന്ന K2 എന്നാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. സെയിം പ്ലാറ്റ്ഫോമിലായിട്ട് പോലും i20ക്ക് ക്രെറ്റയേക്കാൾ കൂടുതൽ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ഉപയോഗിച്ചിരിക്കുന്ന അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലിൻ്റെ അളവിലായിരിക്കാം ഈ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. ക്രെറ്റയിലും സെൽട്ടോസിലൊക്കെ ഈ അൾട്രാ ഹൈ സ്ട്രെങ്ത് സ്റ്റീലിൻ്റെ അളവ് ഒരു പരിധിവരെ അവർ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവർ ഡ്യുവൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടും കൂടിയാണ് ഈ വാഹനങ്ങളെല്ലാം ഇറക്കിയിരുന്നത്. പുറത്ത് വരുന്ന ക്രെറ്റയ്ക്കും സെൽട്ടോസിനും ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലാണ് ഈ ഒരു കോസ്റ്റ് കട്ടിങ് വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ വാഹനം ടൊയോട്ടയുടെ അർബൻ ക്രൂസറാണ്. ഇവിടെയും ചെറുതായിട്ടൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട്. 13.52 ആണ് ഇതിന് കിട്ടിയിരിക്കുന്ന പോയിന്റ്സ്. 4 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ്, അക്കാര്യത്തിലും സംശയമൊന്നുമില്ല. പക്ഷേ ഈ വാഹനത്തിന് ആക്ച്വലി ബ്രെസയേക്കാൾ പോയിന്റ്സ് കൂടുതലാണ്. ബ്രെസയ്ക്ക് 12.51 പോയിന്റ്സ് ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ അർബൻ ക്രൂസറിന് 13.52 പോയിന്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു പോയിന്റിൻ്റെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പോയിന്റ്സിന് മുകളിൽ പോയിരുന്നെങ്കിൽ ഈ വാഹനത്തിന് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയേനെ. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ദൂരെയാണ്. കുഴപ്പമില്ല, 4 സ്റ്റാർ ആണെങ്കിലും അത്ര മോശം റേറ്റിംഗ് ഒന്നും അല്ല. പക്ഷെ എന്നാലും ഇതിനിപ്പോൾ സെയിം ബ്രെസ തന്നെയാണ് ടൊയോട്ട അർബൻ ക്രൂസർ എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. അല്ലാതെ ഇതിൽ വേറെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടൊന്നല്ല അവർ അർബൻ ക്രൂസർ എന്ന പേരിൽ വിൽക്കുന്നത്. എന്നിട്ട് പോലും ബ്രെസയേക്കാൾ കൂടുതൽ റേറ്റിംഗ് അർബൻ ക്രൂസറിന് എങ്ങനെ കിട്ടി എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ബ്രെസയുടെ ഇപ്പോഴത്തെ വരുന്ന ഫേസ് ലിഫ്റ്റ് മോഡലല്ല അവർ ടെസ്റ്റ് ചെയ്ത്, അതിന് മുമ്പ് വരുന്ന മോഡലാണ്. ഇനി അതിലവരെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അവർ കുറച്ചുകൂടി സംഭവങ്ങൾ ഈ പുതിയ ഫേസ് ലിഫ്റ്റ് ബ്രെസയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് പുറമെ സ്ട്രക്ചറിലൊന്നും അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലായിരുന്നു. എന്തായാലും അർബൻ ക്രൂസറിന് ബ്രെസയേക്കാൾ ഒരു പോയിന്റ് കൂടുതൽ കിട്ടിയെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിലും. ബ്രെസയ്ക്ക് വെറും 2 സ്റ്റാർ റേറ്റിംഗ് ആയിരുന്നു ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ കിട്ടിയിരുന്നത്. ഏകദേശം 17 പോയിന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അർബൻ ക്രൂസറിന് അവിടെയും ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. 3 സ്റ്റാർ റേറ്റിംഗ് അർബൻ ക്രൂസറിന് ചൈൽഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. 36 പോയിന്റ്സിനടുത്തും ഈ വാഹനത്തിന് ചൈൽഡ് സേഫ്റ്റി പോയിന്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് പേര് വിചാരിക്കുമായിരിക്കും, നമുക്ക് അറിയാലോ ബ്രെസയ്ക്ക് 4 സ്റ്റാർ ആണെന്ന്, അപ്പോൾ പിന്നെ ഇവരെന്തിനാണ് അർബൻ ക്രൂസറിനെ ക്രാഷ് ടെസ്റ്റ് ചെയ്തതെന്ന്. പക്ഷേ അതിൽ മറ്റൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവർ ക്രാഷ് ടെസ്റ്റ് ചെയ്ത കുറച്ച് പഴയ മോഡൽ ബ്രെസയാണ്, ഈ പുതിയ മോഡൽ ബ്രെസ അല്ല. അതുകൊണ്ട് തന്നെ അതിന് 4 സ്റ്റാർ റേറ്റിംഗും 12.51 പോയിന്റ്സും ആണ് കിട്ടിയത്. ഇപ്പോൾ പുതിയ മോഡൽ ബ്രെസ ക്രാഷ് ടെസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവരിപ്പോൾ അർബൻ ക്രൂസർ ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്രെസ തന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ വീണ്ടും ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നതിലും നല്ലതാണ് അവരതിൻ്റെ തന്നെ ടൊയോട്ട വേർഷൻ എടുത്ത് ക്രാഷ് ടെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും പുതിയ ബ്രെസയ്ക്ക് പഴയ ബ്രെസയേക്കാൾ ഒരു പോയിന്റോളം സേഫ്റ്റിയുടെ കാര്യത്തിൽ വർധനവ് വന്നിട്ടുണ്ടെന്ന കാര്യം നമുക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പിന് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന പുതിയ ബലേനോയുടെ ക്രാഷ് ടെസ്റ്റ് ആണ്. അതിലവർ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ബലേനോയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 or 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടുകയാണെങ്കിൽ തന്നെ അതും നല്ലൊരു കാറ്റഗറിയിൽ തന്നെ പറയാൻ പറ്റും. ഈ സെഗ്മെന്റിൽ ഇപ്പോൾ i20 കുറവാണ് കിട്ടുന്നത്. പക്ഷെ എന്നിട്ടും i20ക്ക് ബലേനോയ്ക്കാളൊക്കെ ഒരുപാട് അധികം പ്രൈസും കൂടുതലാണ്. പിന്നെ ക്രാഷ് ടെസ്റ്റ് ചെയ്യേണ്ടത് ടാറ്റയുടെ ഹാരിയറും സഫാരിയാണ്. മിക്കവാറും അതിൻ്റെ പെട്രോൾ വേർഷൻസ് വന്നു കഴിഞ്ഞിട്ടായിരിക്കും അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഡീസൽ വേർഷൻസിൽ ഓയിൽ ഫിൽറ്റർ റിപ്ലേസ്മെൻറ്റ് ചെറിയൊരു മിസ്മാച്ച് ഉണ്ട്, അതായിരിക്കാം. എന്തായാലും ഇതാണിപ്പോൾ ഗ്ലോബൽ എൻക്യാപ്പ് റീസെൻ്റ്ലി പുറത്തുവിട്ട 3 പുതിയ വാഹനങ്ങളുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്സ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.